ഇന്ന് ഞങ്ങള് വയലില് കുട്ടപ്പായി ആയിട്ടുള്ള വിശേഷമാണ് നമുക്ക് ഈ വീഡിയോ കാണാം. നമ്മളങ്ങനെ വയലിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ കുറെ പോത്തിനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടാണ് കൊളപ്പറ നാഗദേവ ക്ഷേത്രം എന്ന് കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ കുറെ അത്ഭുതങ്ങൾ നടത്തിയ ക്ഷേത്രമാണ് ഇവിടുത്തെ ദൈവത്തിന്റെ ഒരു അമ്പലത്തിന്റെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു വയൽ കാണുന്നത്. നമുക്ക് കാണാം അവിടെ നേപ്പാളികളാണ് കൂടുതലും എന്ത് ചെയ്യുക, ഈ പശുക്കളെയും എല്ലാം നോക്കുന്നത്. ഇവിടെ ആവശ്യം പോലെ ഇതുണ്ട്, വിസിറ്റർക്ക് വേണമെങ്കിൽ വന്ന് കാണാം. നല്ലൊരു സ്ഥലമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗൈസ്. ഇവിടെ എല്ലാം ടൂറിസ്റ്റ് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം. അതെ അതെ, നാടൻ രീതി കേരളത്തിന്റെ കൾച്ചറായിട്ട് ഈ വെഡിങ് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. സൈഡിലൊക്കെ ആളുണ്ടായിരുന്നു, ബട്ട് ഇപ്പം പോയി. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് കേരള കൾച്ചറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഈ അമ്പലത്തിൽ നിന്നും ഈ വയലിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കാറുള്ളത്. കുട്ടപ്പായും ചേട്ടന്മാരും ചേച്ചിയൊക്കെ ആയിട്ട് ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിറച്ച് പ്രാല്, അങ്ങനെ വരാല്, അങ്ങനെ കുറേ മീനുകളുണ്ട്. ഇവിടെ നല്ലൊരു നേച്ചർ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം ഗെയ്സ്. ഇവിടെ രാവിലെ 6 മണി വരെ വരുവാണെങ്കിൽ സൺസെറ്റ് നല്ല സെറ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഇതുണ്ടായത്, പക്ഷെ ഇവിടുന്ന് ഞാൻ ചാടി കിടക്കത്തേ ഉള്ളൂ. ഇതാണ് മീനിടുന്ന പായലും ഉണ്ട് ഇവിടെ. ഒരു നമുക്കൊരു ഫോട്ടോ മാതാവിനോട് പ്രതിശോഭകൾ നീ അതിന് നൽകുക എന്നാൽ നേരെ പടകളിച്ചിടും ഓരോ വിധം തുടർന്ന് ഭാവികളോട് വിലാസങ്ങൾ പ്രകടിപ്പത് പോലെ പറയാവതല്ല. എനിക്ക് ബാലലീല വിലാസങ്ങളാലേവ ബാലവംശം കുഞ്ഞിന്റെ കാലില് പല ദേവികളും പല പാരമ്പര്യത്തിലും കഴിഞ്ഞു വരുന്ന ഈ ഒരു നാഗക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു നല്ലൊരു അമ്പലവും അതിൻ്റെ മുമ്പ് ഭാഗത്ത് തന്നെ നല്ലൊരു വയലും, നല്ല വിശാലമായ വയലുമാണ്. ഇവിടെ ഏത് സമയം വന്നാലും ഇങ്ങനെ രാമായണത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇത് കാണാനും എല്ലാം കണ്ടുകൊണ്ട് വരുന്ന നല്ല രസമായ കുറേ പ്രേക്ഷകരും ഉണ്ട്. എന്താ വേണോ കുഞ്ഞാടിക്ക്? ഭക്തിയോടും ഭയത്തോടും കൂടെ കയറുന്ന ഒരേ ഒരു ക്ഷേത്രം, അതാണ് നാഗക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ കാണുന്ന ഇതെല്ലാം നാഗത്തിൻ്റെ ഓരോ സൃഷ്ടികളും നാഗയക്ഷി രാജാവിൻ്റെ ഓരോ സൃഷ്ടികളാണെന്നും ഈ കുളപ്പറ വിശ്വാസികൾ വിശ്വസിച്ചു വരുന്നു. നിങ്ങൾക്കിവിടെ ആരെങ്കിലും ഇവിടെ ഈ നാഗദേവി ക്ഷേത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിനുള്ള പോകാനുള്ള വഴികളും എല്ലാം പറയാം. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര പെരുമ്പുഴ എന്ന് പറയുന്ന ദേശത്ത് കേരളപുരം പോകുന്ന വഴിക്കുള്ള കുളപ്പറ എന്ന് പറഞ്ഞ ആർക്കും വേണം മനസ്സിലാവുന്ന ഒരു ക്ഷേത്രമാണ്. ഇതാണ് നാഗശാസ്ത്ര ക്ഷേത്രം. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കുട്ടപ്പായിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.